ാണ് മനു പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നു. വനിതാ സമ്മേളനത്തിൽ സംസാരിക്കാൻ തയ്യാറെടുക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ വലിയൊരു ശതമാനം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള, അവരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനും അവരുടെ വോട്ട് BJPക്ക് അനുകൂലമാക്കാനും സാധിക്കുന്ന നേതാവാണ് പ്രധാനമന്ത്രി. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് BJP മുന്നോട്ട് വയ്ക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കും. അതായത് ഇന്ത്യയിലെ വോട്ടർമാർ അനുകൂലമായി ചിന്തിച്ചാൽ ഭരണം കൈകളിൽ ഒതുക്കാൻ സാധിക്കുമെന്ന ആ തന്ത്രം. അതെ, ബേസിക്കലി അഭിലാഷ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നൊരു ഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധിയായിരുന്നു അന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നത്. കാരണം മുഖപടം മാറ്റാത്ത സ്ത്രീകൾ, ഭർത്താവിൻ്റെ പേര് പറയാത്ത സ്ത്രീകൾ, അവിടെ നിന്നൊക്കെ ഇന്ത്യൻ വനിതകൾ ബഹുദൂരം മുന്നോട്ട് വന്നിരിക്കുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പിൽ ഒരു സുപ്രധാന പങ്ക് അവർ വഹിക്കുന്നു എന്നതാണ്. അതായത് വോട്ടിങ്ങിൽ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നതിലൊക്കെ വളരെ നിർണായകമായ പങ്ക് സ്ത്രീകൾ വഹിക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് വളരെ പ്രകടമാകുകയും ചെയ്തു. സ്ത്രീകൾക്ക് നിർണായക ശക്തിയുള്ള സ്ഥലങ്ങളിലെ വോട്ടിംഗ് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് പഠനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്കിടയിൽ വിദ്യാഭ്യാസം വർദ്ധിക്കുന്നു, അവർക്കിടയിൽ കൂടുതൽ ഓൺട്രപ്രണേഴ്സ്, സംരംഭകർ വരുന്നു, പ്രൊഫഷണലുകൾ എത്തുന്നു. അതുപോലെ അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു ശേഷി ഇന്ത്യയിൽ വർദ്ധിക്കുന്നു. ഒരു ഗ്രാമത്തലവന്റെ വാക്ക് കേട്ട് സ്ത്രീകൾ വോട്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക്, ഏതെങ്കിലും ഒരു സാമുദായിക നേതാവിന്റെ വാക്ക് കേട്ട് സ്ത്രീകൾ വോട്ട് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സർക്കാരിന്റെ മാനിഫെസ്റ്റോയിൽ എന്തുണ്ട് എന്ന് ചെയ്യുകയും അങ്ങനെ തങ്ങൾക്ക് അനുകൂലമായ ഒരു സർക്കാർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ എണ്ണം ഇന്ന് ബഹുഭൂരിപക്ഷം. കുറച്ചുകൂടി പറഞ്ഞാൽ ഒരുപക്ഷെ ഭർത്താക്കന്മാർ പോലും ചിന്തിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പോലും മക്കളുടെ വോട്ട് ആർക്ക് എന്ന് ചിന്തിക്കേണ്ടതില്ല. ആ തരത്തിലേക്ക് സ്ത്രീകൾ മാറിയിട്ടുണ്ട്. അതെ, കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം നേരത്തെ നമുക്കറിയാം. 57 ഏതാണ്ട് 22 സ്ത്രീകളാണ് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 543 സീറ്റിൽ നിന്ന് മൊത്തത്തിൽ ജയിച്ചു. അന്ന് 494 സീറ്റുകളായിരുന്നു. ഏതായാലും ആ 494 സീറ്റിൽ 22 ഇടത്ത് മാത്രമേ സ്ത്രീകൾക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്ന് വെച്ചാൽ അത് ഈ ടോട്ടൽ കണ്ടസ്റ്റൻസിന്റെ ആവറേജ് പോലും 3.77% പക്ഷേ ആ സാഹചര്യം മാറി 2014 ആകുമ്പോഴേക്കും അത് 61 2019 എക്കാലത്തെയും കൂടുതൽ വനിതാ പ്രാതിനിധ്യം പാർലമെന്റിൽ വരുന്നു, 14%-ലൊക്കെ അത് കടക്കുന്നു. അപ്പൊ ഞാൻ സ്വാഭാവികമായി പറഞ്ഞു വന്നത് സ്ത്രീകളുടെ പങ്കാളിത്തം വരുന്നു. ഇനിയിപ്പോൾ നമുക്ക് മുന്നിൽ ഈ വനിതാ റിസർവേഷൻ ബില്ല് കൂടി വരികയാണ്. അപ്പൊ സ്ത്രീകളുടെ ഈ മത്സര രംഗത്തുള്ള സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ തന്നെ സ്ത്രീകളുടെ വോട്ടിംഗ് ട്രെൻഡിൽ ഇനിയും വർധനവുണ്ടാകും. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2028 ആകുമ്പോഴേക്കും നമ്മുടെ മൊത്തം വോട്ടർമാരായ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ അധികരിക്കും എന്ന കാര്യത്തിൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കാണ് പുറത്തു വരേണ്ടത്. 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് രാജ്യത്തെ ആകെ വോട്ടർമാരുടെ കൗണ്ട് എത്ര എന്നത് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം ഒരു ശരാശരി കണക്ക് വരുമ്പോൾ തന്നെ 49%-ലധികം സ്ത്രീകളാകും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ 2024 പുരുഷന്മാർ തന്നെ ആയിരിക്കും സ്ത്രീ വോട്ടർമാരെക്കാൾ കൂടുതൽ എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഡേറ്റകളെ ആധാരമാക്കി പറയാൻ സാധിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രൊജക്ഷൻ, നമ്മളിപ്പോ ഇന്ത്യ ഇപ്പൊ പ്രധാനമന്ത്രി ആയാലും കേന്ദ്ര സർക്കാർ ആയാലും 2047 എന്നത് ഒരു വലിയ മൈൽ സ്റ്റോൺ ആയി വെച്ചുകൊണ്ടാണ്, അവിടെയാണ് നമ്മുടെ ഒരു രാജ്യം വികസിതമാകുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അത് വികസിതമാകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ വലിയ ശക്തമായി നടക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും 2047 ആകുമ്പോഴേക്കും ഈ ഇപ്പോഴത്തെ ഒരു പ്രൊജക്ഷൻ അനുസരിച്ചുള്ള കണക്ക് പറയുന്നത് ആ വോട്ടർമാർ, സ്ത്രീകളുടെ വോട്ടർമാർ എന്നത്, ആ സ്ത്രീ വോട്ടർമാർ എന്നത് 55% ആവുകയും പുരുഷന്മാരായ വോട്ടർമാർ 45%-ലേക്ക് താഴുകയും ചെയ്യും എന്നതാണ്. അപ്പൊ ഇനി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് സ്ത്രീകളാണ് എന്ന കാര്യത്തിൽ ഈ കണക്കുകൾ അല്ലെങ്കിൽ 47-ലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും വനിതാ സംവരണം എന്നത് പ്രായോഗികമാകില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുമോ എന്നത് നമുക്കറിയില്ല. പക്ഷേ സാങ്കേതികമായി അല്ലെങ്കിൽ നിയമപരമായി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. പക്ഷേ 2029 നമുക്കത് പ്രതീക്ഷിക്കാമല്ലോ മനു. അങ്ങനെയെങ്കിൽ 2029 എത്തുമ്പോൾ തന്നെ
പുരുഷന്മാർ 50% എന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ 49% എന്നതിനെ മറികടന്ന് സ്ത്രീ വോട്ടർമാർ അധികമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അധികമായി മാറുന്നു എന്ന് മാത്രമല്ല, അതിൽ രസകരമായ കാര്യം ഇവർ വളരെ ഉത്സാഹപൂർവ്വം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകുന്നു എന്നത് കൂടിയാണ് അതിലെ ഒരു ശ്രദ്ധേയമായ കാര്യം. കാരണം തങ്ങളുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓരോ വോട്ടും അമൂല്യമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അവർ കൂടി ഇതിൻ്റെ ഭാഗവാക്കാകുന്നത്. നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യം കിട്ടുന്നത് ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ 1900-കളിലൊക്കെ ഈ സ്ത്രീകൾക്ക് ഒരു വോട്ടവകാശം എന്നതൊരു സങ്കല്പം മാത്രമാണ്. പണ്ട് നമ്മുടെ ക്ലിൻ്റൻ്റെ ഭാര്യ ഹിലരി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ പറഞ്ഞു അവരുടെ അമ്മയ്ക്ക് വോട്ടവകാശം ഉണ്ടായില്ല, പക്ഷേ താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നൊരു ഘട്ടം. അന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിലും ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന തദ്ദേശ അല്ലെങ്കിൽ പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വോട്ടില്ലായിരുന്നു. പിന്നീട് വന്നത് കരമടയ്ക്കുന്ന സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാം എന്ന തരത്തിലൊക്കെയാണ് വന്നത്. ഏതായാലും ഇന്ത്യ സ്വതന്ത്രമാകുന്നതോടുകൂടി അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന ഒരു കാഴ്ചപ്പാട്, അതായത് പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാം എന്ന നിലപാടിലേക്ക് നമ്മൾ എത്തുന്നു. ആ പ്രായപൂർത്തിയായവർക്കെല്ലാം വോട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളുടെ മത്സര രംഗത്ത് അവർ വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ 1957 22 നിന്ന് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ജനറൽ ഇലക്ഷൻ 78 പേർക്ക് അവരുടെ മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ചു വരാൻ കഴിഞ്ഞു എന്നതും, അത് മൊത്തം സംഖ്യയുടെ 14.3% സ്ത്രീകൾ വിജയിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെയാണ് BJP അവരുടെ പുതിയ ഇലക്ഷൻ തന്ത്രം മെനയുന്നത്. കാരണം ഈ കാലങ്ങളായി നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇനി BJPക്ക് അവരുടെ അടിത്തറ കൂടുതൽ വിപുലമാക്കണമെങ്കിൽ സ്ത്രീകളുടെ പിന്തുണ വളരെ അത്യാവശ്യമാണ്. BJPക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം, അവർക്ക് അവരുടെ അടിത്തറയായി നിൽക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘാകട്ടെ തുടക്കം മുതൽ അതൊരു ആദ്യഘട്ടത്തിൽ പുരുഷന്മാർക്കായിരുന്നു കൂടുതൽ പ്രാതിനിധ്യമുണ്ടായിരുന്നു. അത് പിന്നീട് RSSന്റെ ഭാഗവാക്കായി വന്നിട്ടുള്ള എല്ലാ തലവന്മാരും പുരുഷന്മാരായിരുന്നു. പിന്നീട് സേവികാ സമിതികൾ ആരംഭിച്ചു. എങ്കിലും ഇപ്പം നമ്മൾ കാണുന്ന റൂട്ട് മാർച്ചും എല്ലാം കൂടുതലും ഒക്കെ പുരുഷന്മാരാണ്. അപ്പോൾ ഇപ്പോൾ BJPയുടെ അല്ലെങ്കിൽ ജനസംഘത്തിൻ്റെ രൂപീകരണത്തിലൊക്കെ രാജ്മാതാജിയെ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുടെ ഒരു സാന്നിധ്യം നമുക്ക് ഉണ്ടായിരുന്നു എങ്കിലും കൂടുതലും അതൊരു പുരുഷ കേന്ദ്രീകരണം. 80-കളിലാണ് BJP ഇങ്ങനെ സ്ത്രീകളെ അവരുടെ ഒരു രാഷ്ട്രീയത്തിലേക്ക് അവരും കരുത്തായി വരണം എന്ന തരത്തിലേക്കുള്ള വലിയ ആലോചനകൾ കാര്യമായി നടക്കുന്നത് ആ ഘട്ടത്തിലാണ്. പിന്നീട് മഹിളാ മോർച്ചയുടെ രൂപീകരണം ഉണ്ടാകുന്നു. മഹിളാ മോർച്ച പിന്നീട് ഇപ്പം നമുക്ക് നോക്കിക്കാണുന്നതിൽ ഈ വിദ്യാർത്ഥി പരിഷത്തോ അല്ലെങ്കിൽ BJPയുടെ മറ്റ് BMS ഒക്കെയുള്ള പരിവാർ സംഘടനകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, പണ്ട് ഇപ്പോൾ ഭാരതീയ മസ്ദൂർ സംഘമായിരുന്നു വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന എന്ന നിലയിലുണ്ടായിരുന്നു, വിദ്യാർത്ഥി പരിഷത്തും ആ നിലയിലായിരുന്നു. ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മഹിളാ മോർച്ചയും സമാനമായ രീതിയിൽ ഒരു കരുത്തുറ്റ ശക്തിയായി വളർത്താൻ BJP കഴിയുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ഫോക്കസ് സ്ത്രീകളാണ്. വരാനിരിക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ സ്ത്രീകളുടെ കരുത്ത് പ്രകടമാക്കും എന്നതിന് രാജ്യം തയ്യാറെടുക്കുന്നു. അപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പ് മോദി പ്രധാനമന്ത്രി കണക്ക് കൂട്ടുന്നത് BJPയുടെ വിജയമുണ്ടാകുകയാണ്. അതിനടിത്തറ പാകുന്നത് സ്ത്രീ വോട്ടർമാരായിരിക്കും എന്നതാണ്. അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ്. തൃശ്ശൂരിൽ നാളെ തുറക്കം കുറിക്കാൻ പോകുന്ന കേരളത്തിലെ പ്രചരണ പരിപാടികളുടെ തുടക്കമാണെങ്കിൽ ഇന്ത്യ ഒട്ടുക്ക് അത് നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലെല്ലാം സ്ത്രീകളുടെ പ്രാതിനിധ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. തീർച്ചയായും നമ്മൾ 2024 എത്തി നിൽക്കുമ്പോൾ നാരീശക്തി എന്ന വാക്ക് അധികമായി കേട്ടു തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ടത്, ഇപ്പോഴും നമ്മുടെ നിയമസഭകളിൽ, ഇന്ത്യൻ പാർലമെന്റിലൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം അത്രമേൽ കുറവാണ് എന്ന് തന്നെയാണ്. ആ ചരിത്ര രേഖകൾ കൂടിയാണ് ഡോക്യുമെന്റുകളുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ ചാനൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. നമുക്ക് ആദ്യം ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ ഇലക്ഷൻ ചാനലിന്റെ വീഡിയോ വാളിൽ കാണുന്നത് വിവിധ വർഷങ്ങളിൽ നമ്മുടെ പാർലമെന്റിൽ സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന പ്രാതിനിധ്യം എത്രത്തോളം എന്നുള്ളതാണ്. ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, മഞ്ഞ നിറത്തിൽ കാണുന്നത് അത്രയും പുരുഷന്മാർ ആണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം എത്രത്തോളം സ്ത്രീകൾക്ക് ഇടം ഉണ്ടായിരുന്നു നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ, അതോടൊപ്പം തന്നെ പാർലമെന്റിൽ എന്നതാണ്. മനു, ഈ ദൃശ്യങ്ങൾ, ഈ ഗ്രാഫ് അതാണ് വ്യക്തമാക്കുന്നത്. അതിപ്പോൾ ഈ അടുത്ത കാലത്തേക്ക് എത്തുമ്പോൾ പോലും വലിയ മാറ്റമൊന്നുമില്ല എന്നത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. അതെ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 494 പേരുണ്ടായിരുന്നിടത്ത് 22 സ്ത്രീകളാകുമ്പോൾ അത് പിന്നെ 1962 ആകുമ്പോൾ അത് 31 ഉയരുന്നു. പിന്നെ 520 1967 520
സീറ്റുകളിലേക്കാണ് പിന്നെ പാർലമെന്റിൽ അന്ന് ലോക്സഭയിലേക്ക് മത്സരമുണ്ട്. അതിൽ 29 ഇടത്താണ് സ്ത്രീകൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. 71 അത് 21 കുറയുകയും 77 ആകുമ്പോഴേക്കും അത് 19 കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതായത് നമ്മുടെ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാകുകയും ചെയ്യുന്നു. ഇതിൽ ഈ കോൺഗ്രസ് പിന്നെ ആദ്യഘട്ടങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ആദ്യത്തെ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രസിഡന്റ് ഒക്കെ സ്ത്രീകളെ ആക്കുന്നതിൽ കോൺഗ്രസ് വിജയിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു കാര്യമാണ്. ഏതായാലും 1980 നമുക്കൊരു 28 അല്ലെങ്കിൽ ഒരു 30 സ്ത്രീകൾ 80 വരെയാണ്. 84 ആകുമ്പോഴേക്കും ഒരു 40-43 സീറ്റുകളിൽ സ്ത്രീകൾക്ക് വിജയിക്കാൻ കഴിയുന്നു എന്ന് വ്യക്തമാകുന്നു. പക്ഷെ പിന്നീട് ഈ 89 അത് വീണ്ടും 29 താഴുന്നെങ്കിലും പിന്നീട് ഈ ഒരു 40 മുകളിലേക്ക് ആളുകൾ, വനിതകൾ പാർലമെന്റിൽ എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് പല ഘട്ടങ്ങളിൽ കാണാൻ കഴിയും. 96 അത് 40 ഉണ്ട്, 98 43 ഉണ്ട്. പക്ഷേ ഈ 2000 കടക്കുന്നതോടുകൂടി അത് 2004 ആകുമ്പോഴേക്കും അത് 40 മുകളിൽ കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യം. 2009 ആകുമ്പോഴേക്കും അത് 50 മുകളിലേക്ക് പോകുന്നു. അതായത് UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ അതെ 59 വരുന്നു. 2011 ആകുമ്പോഴേക്കും അത് 61 ഇപ്പോഴത് 78 ഒക്കെ പറയുന്ന ഒരു വലിയ നല്ല എടുത്തു പറയേണ്ടത് ഇപ്പോഴും അത് 78 എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ മനു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള പൊതു തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭ, രാജ്യസഭാ സീറ്റുകളിലെ എണ്ണം സംബന്ധിച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡല പുനർനിർണയങ്ങൾ സംഭവിച്ചേക്കാം. ഇന്ത്യയുടെ ജനസംഖ്യ ഉൾപ്പെടെ കണക്കിലാക്കിക്കൊണ്ട് വിവിധ സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാരുടെ 2024 സൂചിപ്പിക്കുന്നത്, അതിനുശേഷം നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ എംപിമാരുടെ എണ്ണം, ലോക്സഭയിലേക്ക് എത്തുന്ന എംപിമാരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകാം. അങ്ങനെ കൂടുതൽ അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന സഭയിലേക്ക് ആകും 33% സ്ത്രീകൾ എത്തുക. അതോടുകൂടി തീർച്ചയായും ഈ കൗണ്ടുകളിൽ ഒക്കെ വലിയ മാറ്റം വരും. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ത് എന്നതുകൂടിയാണ് അടുത്തതായി പരിശോധിക്കേണ്ടി വരുന്നത്. നിലവിൽ ലോക്സഭയിൽ മനു സൂചിപ്പിച്ചതുപോലെ 78 അംഗങ്ങൾ, രാജ്യസഭയിൽ 24 അംഗങ്ങൾ. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വനിതകൾ പാർലമെന്റിലുള്ളത് ഇപ്പോഴാണ് എന്ന് തന്നെ പറയാം, അല്ലേ മനു? അതെ, ഇപ്പൊ ഇത് എന്ന് പറയുന്നത് ഏതാണ്ട് 14.3% ആളുകളാണ് പിന്നെ ലോക്സഭയിൽ നമുക്കുള്ളത് വനിതകളായിട്ട്. അത് 2014 കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഏതായാലും ക്യാബിനറ്റ് മന്ത്രിമാരായി നമുക്ക് പിന്നെ സ്ത്രീകളുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്മൃതി ഇറാനി ആയാലും നിർമ്മല സീതാരാമൻ ആയാലും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്തിരുന്നു. ഇപ്പൊ സ്മൃതി ഇറാനി കുറച്ച് പുറകിലേക്ക് വന്നു. എന്നാലും നിർമ്മല സീതാരാമൻ സൈനിക കാര്യങ്ങൾ നോക്കുന്ന മന്ത്രി എന്ന നിലയിൽ, പ്രതിരോധ മന്ത്രിയായി അവർക്ക് നിൽക്കാൻ, ധനകാര്യമന്ത്രി എന്ന നിലയിൽ അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ ഉള്ളത്, ഇപ്പോ ഇന്ത്യയിലെ പിന്നെ ഇന്ത്യൻ നേവിയിലെ യുദ്ധക്കപ്പൽ ആദ്യമായി ക്യാപ്റ്റൻ ചെയ്യുന്ന തരത്തിലേക്ക് സ്ത്രീകൾ എത്തുന്നു. അപ്പോൾ പെരേന ദിയോസ്തലെ എന്ന് പറയുന്ന ഇന്ത്യൻ നേവൽ ഉദ്യോഗസ്ഥ ഒരു യുദ്ധക്കപ്പൽ ഒരു സ്ത്രീക്ക് നയിക്കാൻ കഴിയും എന്ന് തെളിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പിന്നെ സൈനിക രംഗത്ത് ഇന്ത്യൻ എയർഫോഴ്സിൽ ഷലിസ ദാമി അവിടെ പിന്നെ ഒരു ഫൈറ്റർ പിന്നെ കമാൻഡർ എന്ന നിലയിലേക്ക് ഫസ്റ്റ് ഈ വിമൻ ഓഫീസർ ഈ ഫ്രണ്ട് ലൈൻ കോമ്പാക്ട് യൂണിറ്റിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു IAF ഓഫീസറായി, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓഫീസറായി അവർ വരുന്നു എന്നതാണ്. അപ്പോൾ ഇതൊക്കെ അതായത് ഏറ്റവും റിസ്ക് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്നത് സൈനിക വിഭാഗമാണ്. ആ സേനാ വിഭാഗത്തിന്റെ തലപ്പത്തേക്കടക്കം സ്ത്രീകൾ കടന്നു വരുന്ന സേനാ വിഭാഗങ്ങളെ സ്ത്രീകൾ നയിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതെ, സാധാരണഗതിയിൽ നമുക്കിപ്പോൾ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഒന്നില്ലെങ്കിൽ സിഗ്നൽസിലോ അല്ലെങ്കിൽ പിന്നെ അവരെ ഒരു ഓർണമെന്റൽ എന്ന നിലയിൽ ഒരു എന്തെങ്കിലും പൊസിഷൻസ് നൽകുക എന്നതിനപ്പുറത്തേക്ക് ഡോക്ടർമാരായോ നഴ്സുമാരായോ അങ്ങനെയുള്ള സേവനങ്ങൾ അവരുടെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പരേഡിനോ മറ്റോ ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ ഇപ്പോൾ ഫൈറ്റർ കോമ്പാക്ട് യൂണിറ്റുകളുടെ നേതൃത്വം കൊടുക്കുക, അല്ലെങ്കിൽ വാർഷിപ്സ് അവർ നയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ പരേഡിൽ നമ്മളിപ്പോൾ സ്ത്രീകൾ ഇന്ത്യയിലെ പല കണ്ടിജൻസിനെ നയിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കുറെ കൂടി ഓർണമെന്റൽ ആയിട്ടുള്ള ഒരു റോളാണ്. പക്ഷേ ഇതുപോലെ ഫീൽഡിൽ
അറ്റാക്കിംഗ് രംഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായകമായ മേഖലകൾ അത് സ്ത്രീകൾക്ക് കൂടി വഴങ്ങും എന്ന് തെളിയിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ ഇന്ത്യയുടെ സൂചനകളാണ്. അതുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ത്രീകൾക്ക് ഒരു പ്രാതിനിധ്യം നൽകുന്ന ഒരു ഇലക്ഷൻ ക്യാമ്പയിന് അവർ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് BJPയിലേക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളുടെ എണ്ണം കുറവാണ് എന്ന് ആദ്യഘട്ടങ്ങളിൽ തന്നെ BJP നടത്തിയ പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അപ്പോൾ 2014 അത് കറക്റ്റ് ചെയ്യാനുള്ള വലിയ കഠിനമായ ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് വളരെ ഫോക്കസ് ചെയ്തു. കാരണം പണ്ട് ഈ ലെനിൻ പറഞ്ഞതുപോലെ ഒരു വലിയ വിഭാഗം ഒരു രാജ്യത്തിൻ്റെ പകുതി ശതമാനം ആളുകൾ സ്ത്രീകൾ അവർ അടുക്കളയിൽ തളച്ചപ്പെടുന്ന ഒരു സാഹചര്യം അതൊരിക്കലും ശരിയാവില്ല എന്നുള്ള ആ തലത്തിൽ തന്നെ ഇവിടെ ഈ വരാനിരിക്കുന്ന ഈ നാരീ ശക്തി എന്ന് അദ്ദേഹം ഉപയോഗിക്കുന്നത് പെൺകരുത്തിൻ്റെ അതിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്നതാണ്. അതിനനുസരിച്ചുള്ള പദ്ധതികൾ വളരെ പ്രബലമായി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു ബൂസ്റ്റായി ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിക്ക് ഒരു നേട്ടമാകും. ഒരു പക്ഷേ ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഒരു അടിത്തറ ഈ BJP വോട്ട് ബേസിൻ്റെ ഒരു വലിയ അടിത്തറ സ്ത്രീകളായിരിക്കും. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് BJPക്ക് അനുകൂലമായി സ്ത്രീകളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി എന്നുള്ള പഠനങ്ങൾ തന്നെ. ശരി, നമുക്ക് തീർച്ചയായും